our channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലോട്ടൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ആ ഗസ്റ്റ് നമ്മുടെ കൂടെ കുറച്ച് ദിവസം കാണും. അപ്പോൾ ഞാൻ ഗസ്റ്റിന് വേണ്ടി നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തായിരുന്നു. നമ്മൾ നോർമലി നമുക്ക് 2 ബെഡ്റൂം ഉണ്ടായിരുന്നെങ്കിലും ഒരു ബെഡ്റൂം നമ്മൾ എപ്പോഴും സാധനങ്ങൾ ഡംപ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുമായിരുന്നു. കാരണം തുണി നനച്ചിട്ട് സംടൈംസ് അവിടെയായിരുന്നു ഇടുന്നത്. ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളാണെങ്കിൽ നനച്ച തുണി സംടൈംസ് മടക്കി വെക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബെഡ്റൂം അങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നന്നായി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ കൂടുതൽ വലിയ മേക്ക് ഓവർ ഒത്തിരി സ്പെൻഡ് ചെയ്തൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ റെൻറ്റഡ് ഹൗസാണ്. അപ്പോൾ നമുക്ക് അങ്ങ് എപ്പോഴും മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയാലും പിന്നെ ഇതിൻ്റെ പോക്കും എടുത്തിട്ട് പോകുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു മേക്ക് ഓവർ പോലെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്ക്. പിന്നെ എപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആരെങ്കിലും ഒരു ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഒത്തിരി തുണിയൊക്കെ ഇവിടെ മടക്കാൻ കിടപ്പുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് റീ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തുണിയെല്ലാം അങ്ങ് മടക്കി അതത് സ്ഥാനത്ത് എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഈ ഡ്രൈയിങ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറ്റി വേറൊരു റൂമുണ്ട്. അപ്പോൾ അവിടെ ഇടാമെന്ന് വിചാരിച്ചാണ്. നമ്മുടെ കയ്യിൽ വേറൊരു സ്റ്റാൻഡും കൂടെ ഉണ്ട് തുണി ഉണക്കാൻ ഇടാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്. ഈ ബെഡിൽ കിടന്ന തുണിയൊക്കെ ഒന്ന് അടുക്കി വെച്ചപ്പോൾ തന്നെ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി ബാക്കിയും കൂടെ ചെയ്യാം. ഇവിടെ 2 സ്റ്റാൻഡുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു സ്റ്റാൻഡ് ഞങ്ങളുടെ റൂമിലോട്ട് മാറ്റാം.
ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി റൂം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂമിലോട്ട് പോയി നോക്കാം. അപ്പം ഈ സ്റ്റാൻഡ് ഈ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നടക്കാനാണെങ്കിലും കുറച്ചുകൂടെ സ്പേസ് ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാൻഡ് ഈ സൈഡിലോട്ട് മാറ്റി വെച്ചു. ഇങ്ങനെയാണ് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം റൂമിൻ്റെ അവസ്ഥ. അപ്പം എന്തൊക്കെയോ മിസ്സിങ് എനിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാം. അപ്പം ഞാൻ ബെഡ്ഷീറ്റും പില്ലോ കേസും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കാനുള്ള സൗകര്യത്തിന് ആ പില്ലോയും കേസും ഒക്കെ ആ സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ച് കൊടുക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. എനിക്ക് പേഴ്സണലി ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഫിറ്റഡ് ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ ബെഡ് നീറ്റായിട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പില്ലോസും എടുത്ത് അതിന് കവറും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കംഫർട്ടറും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് ഞാൻ നന്നായിട്ട് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ റൂം മേക്ക് ഓവർ ചെയ്തല്ലോ. അവിടെ വേറെ പ്രത്യേകിച്ച് ഷോപ്പ് പീസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വലിയ താല്പര്യവുമില്ല. അപ്പോൾ ഞാനിതുപോലെ ഫ്രെയിം ഉണ്ടല്ലോ, ആ ഫ്രെയിം ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് പേസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ ഫ്രെയിം ഞാൻ ഡേയ്സോന്ന് വാങ്ങിയിട്ടുണ്ട്. 3-4-5 വാങ്ങി. എന്നിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എനിക്കിഷ്ടമുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കളർ പ്രിൻ്റ് ഔട്ട് എടുത്തു. ഞാൻ വെച്ചു അത് ഇതിനകത്തിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഷോ പീസുമായി ഒത്തിരി കാശ് സ്പെൻഡ് ആകും. അപ്പോൾ ഞാനിങ്ങനെ കുറേ പ്രിൻ്റ് ഔട്ട്സൊക്കെ ഇങ്ങനെ കളർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒത്തിരി എന്താ പറയുക, കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസാണ് ഇതൊക്കെ. ഞാനിങ്ങനെ ഒരെണ്ണം ഇട്ടായിരുന്നു. അപ്പോൾ ഇത് ഒരെണ്ണം ഇങ്ങനെ നമ്മളപ്പോൾ ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉണ്ടോ, വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് ഇത്രയും ഫോട്ടോ ഫ്രെയിംസ് കിട്ടി. അപ്പം ഞാനാണെങ്കിൽ 3 ആ റൂമിലോട്ടും 2 എൻ്റെ റൂമിലും ഞങ്ങളുടെ റൂമിലും വയ്ക്കാം. ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അതിനു മുൻപ് റൂമിൻ്റെ പഴയ അവസ്ഥയും കൂടെ കണ്ടിട്ട് നമുക്ക് പുതിയ ലുക്ക് കാണാമേ. അപ്പോൾ ഇങ്ങനെയായിരുന്നു പഴയ റൂം കിടന്നിരുന്നത്. ഇപ്പോൾ പുതിയ ലുക്ക് കണ്ടാലോ. നമ്മുടെ ഫോട്ടോ ഫ്രെയിംസ് ഞാനിവിടെ ബെഡിൻ്റെ ഹെഡ് സൈഡിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇരിക്കും. ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് പേസ്റ്റ് ചെയ്തേക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഈ റൂം അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒത്തിരി സ്പെൻഡ് ചെയ്താലും അവസാനം വേസ്റ്റായിട്ട് പോകത്തതേ ഉള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ മിനിമലായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനത്തെ മേക്ക് ഓവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും സിമ്പിൾ ഐഡിയാസ് ഉണ്ടെങ്കിലും പറയാൻ മറക്കരുത്. എനിക്ക് ഈ മേക്ക് ഓവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനു മുൻപ് ഈ റൂം കിടന്നത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് ഈ ഒരു മാറ്റം എനിക്ക് ഭയങ്കര വളരെ എന്താ പറയുക, വളരെ സാറ്റിസ്ഫൈഡായി. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്തതുകൊണ്ടല്ല, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്കിനി വെളിയിലോട്ടുള്ളൊരു വ്യൂ കണ്ടാലോ. അപ്പം നമുക്ക് അപ്പുറത്തെല്ലാം ഫ്ലാറ്റ്സ് ആണ്. അപ്പം ഞാനിങ്ങനെ കേർട്ടൻ മാറ്റി നോക്കിയതാണ്. താഴെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് താഴെ ആരൊക്കെയോ നിന്ന് കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് വിൻഡോയിലൂടെ ഉള്ള താഴോട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗസ്റ്റിനും ഈ റൂം ഇഷ്ടപ്പെടുമായിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ വീഡിയോ കാണുമ്പോഴേക്കും നമ്മുടെ ഗസ്റ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ആ വീഡിയോസും കാണാൻ മറക്കരുത്.
പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരുന്നത്. അത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു ലൈക്കും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.